ഇതെന്താടാ, കൊട്ടാരാണോ അതോ വീടാണോ? നിങ്ങളെന്താ അവിടെ അന്തം വിട്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നിരിക്കേ. നീ എന്താണ് ജിമിനെ എന്തോ നഷ്ടപ്പെട്ട മാതിരി ഇരിക്കുന്നേ? ഒന്നുമില്ല. ഈ ടോയ്ലറ്റ് എവിടെയെന്ന് പറഞ്ഞുതരാവോ? ഓ അതായിരുന്നോ. നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ ലാസ്റ്റത്തെ അതാണ് ബാത്റൂം. ഞാൻ ഇപ്പൊ വരാവേ. എടാ ശിവ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. നീ വലിച്ചതിനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞോ. ഏത് ഈ കാലമാടിനോട്? ഇയാൾക്കെന്ത് ഒടുക്കത്തെ ചാടാ. ദൈവമേ, ഇയാൾക്കെങ്ങാനും മനസ്സിലാക്കിയുള്ള കഴിവുണ്ടോ? ഇയാളെന്തിനാ എന്നെ നോക്കുന്നേ? അല്ല, ഈ അസുഖം നിനക്ക് എന്തു മുതലാ തുടങ്ങി? ചെറുപ്പത്തിലുണ്ടോ അതോ വലുതായിട്ടോ? എനിക്കെന്താ സുഖം? താനിതെന്തൊക്കെയാടോ പറയുന്നേ? അല്ല, വെറുതെ ഒരാളുടെ വണ്ടിയിലെ കാറ്റൊഴിച്ചിടുക എന്നൊക്കെ പറയുമ്പോ അത് വല്ല അസുഖം ഉണ്ടായിട്ടല്ലേ? അത് പിന്നെ ചുമ്മാ ഒരു രസത്തിന് ആണോ? എന്നാ എനിക്കുണ്ട് രസം. വെറുതെ ഇരിക്കുമ്പോ ഒരുത്തനെ പിടിച്ചടിക്കാൻ തോന്നും. എന്നാ ഞാൻ നിന്നെ അടിക്കട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. നിന്റെയൊക്കെ ഈ അസുഖത്തിന് പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. അവിടെ നിന്ന് രണ്ട് കിട്ടുമ്പോ നിന്നോളും ഈ അസുഖമൊക്കെ. എന്ത് പോലീസോ? ചേട്ടാ, ഞാൻ ചുമ്മാ വെറുതെ അന്നത്തെ ഒരു ദേഷ്യത്തിന്. പോലീസ് കേസ് കൊടുക്കണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന ഒരു പണി ചെയ്യണം. ഡീറ്റെയിൽസ് മൊത്തം എന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടും. നീ ആ പൂച്ചയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് പെടാതിരിക്കണേ. ആരാണ് പൂച്ച? ഞാനാണോ? എന്റെ എന്തിനാ എന്നെ കണ്ട് ഇത്രയും പേടിക്കുന്നേ? ഞാനും എന്താ അത്രയ്ക്കും ഭീകര രൂപാണോ? തനിക്ക് എന്താണോ വേണ്ടേ? എനിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞ നീ തരൂ. അത് പിന്നെ എടോ, അന്ന് ഞാൻ കുടിച്ചിട്ട് അറിയാതെ, അല്ല താൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. നീ എന്താടാ പറയുന്നേ? എടോ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തന്റെ ടൈപ്പല്ല. ആര് പറഞ്ഞു നീ എന്റെ ടൈപ്പ് തന്നെ? ഓ അതല്ല, എനിക്ക് ഗേൾസിനോട് ഇൻട്രസ്റ്റ്. ഓ ലത്, അതെനിക്ക് അന്നേ മനസ്സിലായതാ. ഇൻട്രസ്റ്റ് ആരോടാന്ന്. അപ്പോ എന്നെ വിടാൻ ഒട്ടും ഉദ്ദേശല്ലേ? ഇല്ല, ഒട്ടുമില്ല. വേണേ ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പോവാം. പക്ഷെ നിന്റെ പുറകെ എപ്പോഴും ഞാൻ ഉണ്ടാവും. എടാ, ഞാൻ പെട്ടടാ പെട്ട്. ഞാനാടാ വണ്ടിയുടെ കാഴ്ച അയച്ചിട്ടെന്ന് ആ മൊയിലും മോതിന് മനസ്സിലായടാ. എന്നിട്ട് അല്ല, ആരെ ഫോളോ ചെയ്യാൻ പറഞ്ഞേ? നമ്മുടെ പ്രൊഫസർ ജോസഫ് സാറിനേടാ. ഞാനെങ്ങനെ ഇത് യുങ്കിനോട് പറഞ്ഞ കേസ് കൊടുക്കുന്നു പറഞ്ഞു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് ഈ ഉയർ നമ്പനില്ലേ? ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ കേറി അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആക്കുന്നു. എടാ, ഞാന് അടുക്കളവാതിൽ തുറന്നിട്ടണേ. പിന്നെ ഇച്ചയന്മാർ ഉറങ്ങിയിട്ടില്ല, സൂക്ഷിക്കണേ. എന്നാ ശരി, ഞാൻ വെക്കാണ്. വെക്കല്ലേ. എന്താ? ഐ ലവ് യു. ഓക്കെ ശരി, നീ ഒച്ചുണ്ടാക്കാതെ കേറി വാ. എന്റെ ദൈവമേ, പഴഞ്ഞ കേക്ക് വീഴാൻ കണ്ടൊരു നേരം. ഇപ്പൊ തന്നെ മനുഷ്യൻ പേടിച്ച് മുള്ളിയനെ. എടാ ജിമിനെ, നീ നാട്ടുകാരെ മൊത്തം അറിയിക്കോ വീണാണ്ട്? സോറി, അവന്റെ ഒരു കോറി. ഒച്ചണ്ടാക്കാതെ പാടാം. ഇതാരാടാ അടുക്കളവാതില് തുറന്നുവെച്ചനെ? ആരായാലും ഇപ്പൊ എന്താ, നമുക്ക് കാര്യം നടന്നാ പോരെ? ഇതൊക്കെ ഞാൻ ഈ വഴി കൂടെ പോവാ, നീ ഈ വഴി കൂടെ പോയിക്കോ. എടാ മുത്തേ, കൊള്ളാമാക്കരുത്. ഹലോ, ഇത് എന്റെ ഐഡിയാണ്, ഞാൻ കൊള്ളാക്കില്ല. ദൈവമേ, ഒരുത്തനും കാണട്ടെ. ഓ, ഇവനെന്താ വരാൻ നേരം വൈകുന്നേ? എടാ, നീ എങ്ങോട്ടായി പോകുന്നേ? അയ്യോ പൊക്കി. എടാ മണ്ട, അന്തം വിട്ടക്കാതെ എങ്ങോട്ട് വാ. ഇതല്ലേ എന്റെ മുറി. ഇവളെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അവന്മാരുടെ മുമ്പിലൊന്നും ചാടാതിരുന്നാ മതിയായിരുന്നു. ഇത് ജിന്നല്ലേ? ഈ തെണ്ടിനോട് ഞാൻ അവിടെ ഇല്ല നോക്കാൻ പറഞ്ഞേ. എടാ നാറി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? എന്നിട്ട് നീ എന്താടാ ചെയ്യുന്നേ? ഇവനിപ്പോ എന്തിനാ എന്നെ ചീത്ത അറിയുന്നേ? അല്ല, ഇത് ആര്യനല്ലേ? ഇവനെന്താ ഇവിടെ? എന്തേലാവട്ടെ, ഏതായാലും ന്യൂഗീനെ കാണാം. ഇവൻ ജിമിനല്ലേ? ഇവൻ എന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നേ? ഒരു പണി കൊടുത്തേക്കാം. അയ്യേ, താനെന്താണ് ഇങ്ങനെ കാമ പിശാശി? എന്തേ, ഇനിയും വേണോ? ഓ തെണ്ടി, നശിപ്പിച്ച് ലൈറ്റിട തുടങ്ങി. എന്താണ് ഇവിടെ ആകപ്പാടൊരു ബഹളം?
അറിയില്ല ബോസ്, കള്ളന്മാരാണെന്ന് തോന്നുന്നു. ജഗി, ഒരുത്തനെ കിട്ടി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? ഇങ്ങനെ ഉറക്കൊഴിക്കാൻ പാടില്ല. പോയി ഉറങ്ങിക്കോ എല്ലാരും. ബോസ്, ഇവിടെ ഒരുത്തണ്ട്. ഇതെന്ത് കുമ്പിടിയോ? അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. എടി യോങ്കി, നീ എന്നാടി റൂം ചേഞ്ച് ചെയ്തേ? അത് നിന്നോട് പറയണ്ടായിരുന്നോ? ഇച്ചായ, ഇതാണ് ഞാൻ പറയാനുള്ളത്, ജെയ്സൺ. ജെയ്സണോ? കർത്താവെ, ആളു മാറിയോ? അപ്പൊ അത് ജിമിനിയെന്നില്ലേ? വാലിവിടെ എത്തിയ സ്ഥിതിക്ക് തലയുണ്ടാവുമല്ലോ. അവനെയും കൂടി ഇങ്ങോട്ടങ്ങ് വിളിച്ചേക്ക്. ഓ, പിന്നെന്താ, ഇപ്പൊ വിളിക്കാലോ. എടളിയ പൊക്കി പോന്നേക്ക്. സബാഷ്. അല്ല, ജെയ്സൺ എന്താ ഇവിടെ? ഇനി പറ, എന്തിനാ നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ഈ നട്ടപ്പാതിരക്ക് കയറി? ഞാൻ ഈ ഊങ്കി വിളിച്ചിട്ട് വന്നു. ഞങ്ങള് ഇവന് തുണക്കി വന്നതാ. നിങ്ങൾ രണ്ടുപേരും സത്യം പറയണം. എന്തിനാ ഇന്നലെ എന്റെ വീട്ടിൽ കയറിയത്? ഏതായാലും ജെയ്സൺ പറഞ്ഞിട്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ കളത്തിലുണ്ട്, സത്യം പറയണം. ഞങ്ങൾക്കോ? എന്നാ പറ. അത് പിന്നെ അതിന്റെ ചായന്ന് കാണാൻ വന്നതാ. എന്റെ ചായന് അന്നേരത്ത് കാണുന്ന എന്താ അത്യാവശ്യം നിനക്ക്? അയ്യോ, എനിക്കല്ല, ദേ ഇവനാ. ആർക്ക്? ഇവനോ? നട്ടപ്പാതിരക്ക് ഒളിച്ചും പാത്തുവരും ഇവനാര്? എന്റെ ചായന്റെ കാമുകനോ? അതെ, നീ എങ്ങനെ കണ്ടെത്തി? എന്റെ ചായ നടന്നെ. ഞാനിതൊന്നും വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണ്ട. അല്ലെങ്കിൽ സത്യങ്ങളാരും വിശ്വസിക്കില്ലല്ലോ. എന്നാലും അതെങ്ങനെ? അത് അന്ന് നിനക്ക് ഓർമ്മല്ലേ, ഞങ്ങളുടെ ബൈക്കൊന്ന് ഒരു കാറുകാരനായിട്ട് ഇടിച്ച് അന്ന്? സത്യം പറഞ്ഞാൽ നിന്റെ ഇച്ചായനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് വരികയായിരുന്നു. നിന്റെ ഇച്ചായൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഞങ്ങളെ വണ്ടിക്ക് കൈകെട്ടി ഞങ്ങൾ നിർത്തി കൊടുത്തു. നിന്റെ ഇച്ചായനെ ഡ്രോപ്പും ചെയ്ത് തിരികെ വന്നപ്പോഴാണ് ആ കാറുകാരൻ റോങ് സൈഡ് കയറി വന്നത്. എന്നിട്ട് ചായ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ ചായലല്ലേ പറഞ്ഞ ആരോടൊന്നും പറയണ്ട, സീക്രട്ടായി വെച്ചാതി. അപ്പൊ ഇന്നലെ വന്നത്? അവരൊന്ന് തെറ്റി. ഇവന്റെ ഭാഗത്തായിരുന്നു തെറ്റ്. സോറി പറയാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് കണ്ടു പറയാന്ന് കരുതി. എന്നിട്ട് നടന്നോടാ? അപ്പോഴേക്കിനല്ലേ നീ ബഹളം വെച്ച് എല്ലാവരും ഉണർന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് സംസാരിക്കാനുള്ള ടൈം ഞാൻ ഉണ്ടാക്കി തരാം. ആ കള്ളക്കാമുകനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടാ പട്ടി, അവിടെ നിന്നു. നീ ഒരൊറ്റൊരുത്തൻ കാരണം ഒരുത്തൻ എന്റെ തലയിലായി. ഇനി ഇതും കൂടി എന്റെ തലയിൽ വെച്ച് കിട്ടിക്കോ. സോറി, ഞാൻ അവളുടെ മുമ്പ് നിന്ന് രക്ഷപ്പെടാൻ അധികം നിനക്ക് എന്നെ തന്നെ കിട്ടിയുള്ളൂ. എന്തു പറ്റി? അയാളുടെ തീരുമാനം എന്തായി എന്നറിയാൻ. എന്ത് ചെയ്യാനാ തീരുമാനം? ഫോളോ ചെയ്യെങ്കിൽ ഫോളോ ചെയ്യാം. എനിക്കിപ്പോ ശനിയുടെ അപഹാരം തോന്നുന്നു. ബോസ്, എനിക്കൊരു ഡൗട്ട്. അല്ല, നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് എന്തിനാ പണി ആ ചെറുക്കനെ ഏൽപ്പിച്ചേ? ഇത് എനിക്കും തോന്നിയ ഡൗട്ടാ. എന്തിനാ അത്? നമ്മുടെ ആൾക്കാർ ഡയറക്റ്റ് അവനെ ഫോളോ ചെയ്താ അവന് ഡൗട്ട് തോന്നും. ഇത് അവിടെയുള്ളതാകുമ്പോ ഡൗട്ട് ഉണ്ടാവില്ല. അവന്മാരെങ്ങാനും കണ്ടെത്തിയ അതിനു മാത്രമുള്ള വിവരൊന്നും അവർക്കില്ല. ഇന്നെന്താ മോള് നേരത്തെ? അല്ല, കോളേജിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എനിക്കെന്താ ഒന്നൂടെ? വരണ്ടെന്നൊന്നുമില്ല, സാധാരണ വല്ല നേരമില്ലാത്തോണ്ട് ചോദിച്ചു എന്നുള്ളൂ. നമ്മുടെ ഈ വീട്ടില് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ആ, അത് ഞാൻ പറയാൻ നിൽക്കുന്നു. അത് നീ കുളിക്കാത്തന്റെ ഒന്ന് പോയി കുളിച്ചാ മാറും. ഭയങ്കര തമാശയായി പോയി. അതല്ല, നമ്മുടെ വീട്ടില് പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. കണ്ണൊടിച്ച് പാലുടിച്ച ആരും അറിയത്തില്ല എന്ന വിചാരം. കണ്ണടച്ചു പാലുടിക്കേ? അതെന്താ സാധനം? ബ്ലഡി ഗ്രാമവാസീസ്. എന്നെ കളിയാക്കാനല്ല, ഞാനൊരു സീരിയസ് കാര്യം പറയുമ്പോ നിനക്ക് മനസ്സിലായില്ലേ? ഓ, സീരിയസ് ആയിരുന്നോ? ഓ എന്റെ ഗോഡേ, ഇനി നീ മിണ്ടിയ ശത്രുക്കൾക്ക് പകരം ഞാനാവും വിടുവിക്കുക. ഓക്കെ, ഞാൻ മിണ്ടാതിരിക്കാം. നീ കാര്യം പറ. നമ്മുടെ വീട്ടിൽ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തെളിവില്ല. ഒരു ദിവസം എനിക്ക് അതിന്റെ തെളിവ് കിട്ടും. അത് ഞാൻ നിന്റെ മുമ്പിൽ നിരത്തി കാണിക്കും. അപ്പൊ നീ പഠിത്തം നിർത്തി CID പണിക്ക് ഇറങ്ങിയോ? യെസ്, ഈ അവിഹിതം കണ്ടെത്താൻ ഞാൻ സേതുരാമയ്യരാവും. വേണമെങ്കിൽ ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കും, ഒരു പ്രാന്തിയെ പോലും. ആ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തോട് ഞാൻ നന്നായി യോജിക്കുന്നു. എനിക്ക് പ്രാന്താന്ന്. എന്താണ് മിസ്റ്റർ ജെകെ, പേടി തോന്നുന്നുണ്ടോ? ഒളിപ്പിച്ചു വെച്ച സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവില്ല. അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചാൽ നല്ല ആഫ്റ്റർ എഫക്റ്റ്. ആദ്യം പോയി നാക്ക് പഠിക്ക്. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്.
ഞാൻ നിങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടു പേടിക്കും. നിനക്ക് ആരെടുത്തും തലയ്ക്ക് തല്ലിട്ട് ഉണ്ടെങ്കിൽ പറയടി, നിന്നെ ഈച്ചയന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കൂ. അങ്ങനെയൊന്നും താഴ്ത്താനാകില്ല. ഈ KK ജോസഫിന് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.